പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളുടെ എല്ലാവരുടെയും കണ്ണും കാതും മാത്രമല്ല മനസ്സുകൂടി ഞാൻ അടുത്ത റിപ്പോർട്ടിലേക്ക് ക്ഷണിക്കുകയാണ്. രക്താർബുദം ബാധിച്ച പത്തനംതിട്ട അയിരൂർ സ്വദേശി ഐശ്വര്യ മജ്ജമാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് സഹായം തേടുകയാണ്. സാമ്പത്തിക പ്രതിസന്ധി മൂലം സ്വകാര്യ ആശുപത്രിയിലെ ഭാരിച്ച ചികിത്സാ ചെലവ് കുടുംബത്തിന് താങ്ങാനാവുന്നില്ല. മുപ്പതുകാരി ഐശ്വര്യ സോമരാജാണ് സഹായം തേടുന്നത്. കടുത്ത പനിയിൽ തുടങ്ങിയതാണ് ശാരീരിക ബുദ്ധിമുട്ടുകൾ. തുടർ പരിശോധനയിൽ രക്താർബുദം സ്ഥിരീകരിച്ചു. RCCയിലായിരുന്നു ആദ്യ ചികിത്സ. മജ്ജ മാറ്റിവെക്കൽ ചികിത്സയ്ക്കായി സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറി. 60 ലക്ഷത്തോളം രൂപ വേണ്ടിവരും. RCCയിലെ ട്രീറ്റ്മെന്റിന് പോലും ഒരു മാസം എനിക്കൊരു കീമോ ചെയ്യുന്നതിന് ഒരു 2 ലക്ഷം രൂപ കൂടുതൽ, 2.5 അല്ല 3 ലക്ഷം രൂപയോടടുത്താകും ഒരു കീമോ ചെയ്ത് വിടുമ്പോൾ. അതിനൊത്തിരി ഈ കീമോയ്ക്ക് ശേഷം എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പം പിന്നെ അതിനൊക്കെ മരുന്ന് ചെയ്തപ്പോഴാണ് ഇത് കൂടി വരുന്നത്. ചികിത്സാ ചെലവ് നമ്മളുടെ കയ്യിലൊന്നും താങ്ങുന്നില്ല. ഒരു മാസം 3 ലക്ഷം രൂപ എന്നൊക്കെ പറയും, നമ്മുടെ കൈ താങ്ങത്തേ ഇല്ല. സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയായിരുന്നു ഐശ്വര്യ. അസുഖബാധിതനായ സഹോദരനും 2 വയസ്സുകാരി മകളും അമ്മയുമാണ് ഒപ്പമുള്ളത്. കൊല്ലം അഞ്ചലിലാണ് ഭർത്താവിന്റെ വീട്. അവിടെ ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, പത്തനംതിട്ട. അപ്പോൾ അസുഖം നമ്മളാരും വരുത്തി വെക്കുന്നതല്ല, വന്നു പോകുന്നതാണ്. ഒരാൾക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ ഒരു കുടുംബം തന്നെ കടക്കണിയിലാകുന്ന അവസ്ഥയാണ് നമ്മുടെ നാട്ടിലെന്നുള്ളത് നമുക്കറിയാം. അവിടെ ഐശ്വര്യയ്ക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരുടെയും നല്ല മനസ്സ് വേണം. അറിഞ്ഞ് ഐശ്വര്യയ്ക്കൊരു കൈത്താങ്ങാകുക.